വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ഒരു കോളേജ് ഡേ ആണ് കാണിക്കുന്നത്. ഡെയിൻമൈ കോളേജാണ്. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മടിയാണ് പോകാൻ വേണ്ടിയിട്ട്. എന്നും മടിയാണ്, പക്ഷേ ഇന്നും മടിയാണ്. പക്ഷെ പോയല്ലേ പറ്റൂ. അപ്പോൾ ഇന്ന് ഏതായാലും എൻ്റെ ഒരു കോളേജ് ഡേ കാണാം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചാറ്റൽ മാത്രം ഉള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വേഗം കോളേജിൽ പോകാൻ റെഡിയായി. ഈ പുറകെ വരച്ചിരിക്കുന്ന പടങ്ങളൊക്കെ ഞാൻ വരച്ചതാണ്. ഇനിയും പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി നുറുക്കിയൊരു സംഭവം ഉണ്ടാക്കിയതാണ്. ഞങ്ങളിട്ടേക്കുന്ന പേര് കൊത്തു ചപ്പാത്തി എന്നൊക്കെയാണ്. കാരണം ചപ്പാത്തി കൊത്തി ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വേഗം പോകാനുള്ളതായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കണം. നടന്നിട്ട് ജങ്കാറുണ്ട്. ജങ്കാർ കയറി അക്കരെ ഇറങ്ങിയിട്ട് ബസ്സിന് പോകേണ്ടത് നമുക്ക്. അപ്പം ശരി, പിന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഇതാണ് കുട്ടനാട്ടിലെ പുളുങ്ങുന്ന് എന്ന ഗ്രാമം. അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമമാണ്. മഴയൊക്കെ മാറിയെന്ന് കരുതി കുടയൊക്കെ എടുത്ത് ബാഗ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും മഴ പെയ്തു. അല്ലെങ്കിൽ ഞാൻ കുടയെടുത്ത് ബാഗ് വെക്കുമ്പോൾ വീണ്ടും മഴ പെയ്യുന്നതാണ്. അങ്ങനെ നടന്ന് ജങ്കാറിൽ വന്ന് കയറി. അപ്പോൾ ജങ്കാറിൽ നിറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തെല്ലാവരും കുടയൊക്കെ നിവർത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെ ജങ്കാറിൽ നിന്നൊക്കെ ഇറങ്ങി ബസ്സിൽ കയറി. ഇതെൻ്റെ ബസ് മേറ്റ്സ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ പുളുങ്ങുന്നിൽ നിന്ന് ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്ന്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റോളം കോളേജിലോട്ട് നടപ്പുണ്ട്. അപ്പം ബസ്സൊക്കെ ഇറങ്ങി പതുക്കെ ഇനിയും റോഡിൽ കൂടെ നമ്മൾ നടന്ന് പോവുകയാണ്. അപ്പോൾ റോഡൊക്കെ മഴയൊക്കെ പെയ്ത് നനഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കോളേജിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചന പഠിക്കാൻ പോവാണ് ഗൈസ്. ഒരു ചെറിയ ബാഗൊക്കെ തൂക്കിയിട്ടുകൊണ്ട്. അവളുടെ ബാഗിൽ ബുക്കൊന്നുമില്ല. അവളുടെ ബാഗിൽ ബുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചോറും പാത്രം മാത്രമുണ്ട്. അവൾ പഠിക്കാൻ പോവോ, തിന്നാൻ പോവോ അവൾ. അങ്ങനെ നമ്മൾ കോളേജിൽ വന്ന്. ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജ്. പിന്നെ കോളേജ് കൂടാതെ അവിടെ തന്നെ ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന ക്ലാസ്സിൽ വന്ന് കയറി. അപ്പം ഈ ഒരു കോളേജിലെ അവസാനത്തെ ഗേൾസ് ബാച്ചാണ് ഞങ്ങളുടേത്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ പുതിയ ലീഡേഴ്സ്മാരാണ്, ടിൻറ്റുവും മരിയയും. അടുത്തതായി വരുന്നു നമ്മുടെ ചിത്ര സാവുത്രി. നമ്മുടെ കോളേജിലെ ഡാൻസുകാരിയാണ് നമ്മുടെ ചിത്ര. ഇതാണ് നേഹ, ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ് അല്ലെങ്കിൽ ബുജിയാണ്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ 5 സിസ്റ്റർമാരാണുള്ളത്. അതിലൊരാളാണ് ജൂലിയറ്റ് സിസ്റ്റർ. ഇത് നമ്മുടെ ആദ്യത്തെ സൈസ് സ്പോർട്സാണ്. ഇതാണ് ലക്ഷ്മി. ഞങ്ങൾ സ്നേഹത്തോടെ ലച്ചു എന്ന് വിളിക്കും. പുള്ളിക്കാരി നല്ലതായിട്ട് പടമൊക്കെ വരയ്ക്കും. മൊത്തത്തിൽ പറഞ്ഞൊരു സകലകലാ വല്ലഭിയാണ് ഞങ്ങളുടെ ലച്ചു എന്ന് പറയുന്നത്. ഞാനും ലച്ചുവും കൂടെ സാനിയനെ ഇട്ട് ഇപ്പം വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തെ ഓരോ കലാവിരുതുകളാണ് ലച്ചുവിൻ്റെ. നമ്മുടെ ITS ഏതോ ഒരു വീഡിയോ റീൽ എടുക്കുന്നതിനിടെ ഞാൻ പോയി അവളെ കുളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വായിൽ നിന്ന് നല്ല രീതിക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയുള്ള സ്റ്റെപ്പ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഈ പണി എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറി. അങ്ങനെ ഉച്ചയായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൈ കഴുകാൻ പോയതാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഉച്ചഭക്ഷണം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകിയിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഇടയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഓട്ടവും ചാട്ടവും കളികളും ഒക്കെ. പരീക്ഷ എഴുതാൻ വന്നാൽ
എവിടെയാ നിനക്ക് പെയിനുള്ള? ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്താ ഞങ്ങൾ ലൈബ്രറിയിലോട്ട് ഞങ്ങൾ ഗെയിം കളിക്കാൻ പോകുന്നു. എന്നാലും ഞങ്ങൾ ലൈബ്രറി ബുക്ക് വായിക്കില്ല. ഇതാണ് നമ്മുടെ ലൈബ്രറി. സാധാരണ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണ് ലൈബ്രറിയിലോട്ട് കയറാറ്. ഇന്നിപ്പം നമ്മൾ പേരുസ്ഥലം കളിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ ഇരുന്നതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഓടിച്ചു വിട്ടു. അങ്ങനെ ശാന്തിയോടെയും സമാധാനത്തോടെയും കൂടെ ലൈബ്രറിയിലാണ് ഞങ്ങൾ കളിക്കാൻ വന്നത്. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി പുളുങ്ങുന്നെത്താറായി. അപ്പോൾ ഇനിയും പുളുങ്ങുന്നിലെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്താറായി. ഇനിയും കോളേജിൽ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമാണ് ഗൈസ്. ഇനി റെസ്റ്റാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ ബൈ.